ഇന്ന് സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന തീരുമാനമാണ് 2025-26 ബാച്ചിലെ മുഴുവൻ കോഴ്സുകളിലെയും ബാച്ചുകളിലെയും ഈ പറഞ്ഞ ഇയർ ഔട്ട് സമ്പ്രദായം നിർത്തിവെക്കുന്നു ഈ വർഷക്കാലയളവിലേക്ക് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കുറേ കാലയളവായി ഞങ്ങൾ കഴിഞ്ഞ ഡിസംബർ തൊട്ട് അതിന് മുന്നോടിയായും ഒക്കെ നടത്തിയ സമരങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യമായിരുന്നു സാങ്കേതിക സർവകലാശാലയിലെ ഈ അശാസ്ത്രീയമായ ഇയർ ഔട്ട് സമ്പ്രദായം അത് പിൻവലിക്കണമെന്ന ആവശ്യം ഭാഗികമായി ഇന്ന് സർവകലാശാല അംഗീകരിച്ചിട്ടുണ്ട്. നിരന്തരമായ ഞങ്ങളുടെ സമരവിജയമായി ഞങ്ങളത് കാണുന്നു. എന്നാൽ അതുകൊണ്ട് മാത്രം ആകില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഈ സർവകലാശാല ഇന്നിറക്കിയ ഓർഡറുകൾ S7 ബാച്ചിൽ 4208 വിദ്യാർത്ഥികളും S5 ബാച്ചിൽ 6428 വിദ്യാർത്ഥികളും ഇയർ ഔട്ടിൻ്റെ വക്കിലായിരുന്നു. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചാണ് ഈ തീരുമാനം എന്നാണ് സർവകലാശാല അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം ഈ ഇയർ ഔട്ട് സമ്പ്രദായം പൂർണ്ണമായും സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് പിൻവലിക്കണം. ആ ആവശ്യത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല. ഈ ഓഗസ്റ്റ് 7-ന് ഈ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്തേക്ക് SFIയുടെ മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ മുന്നേ എടുത്തിട്ടുള്ള സമരങ്ങളുടെ ഒരു പടി വിജയമായി ഞങ്ങൾ ഇന്നത്തെ തീരുമാനത്തെ കാണുന്നു. അതോടൊപ്പം സാങ്കേതിക സർവകലാശാലയിൽ നിലനിൽക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ്, കലോത്സവം, യൂണിയൻ രൂപീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് സർവകലാശാലയിൽ നിന്ന് നിലനിൽക്കുന്ന ഭരണ പ്രശ്നങ്ങൾ ഉതകുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അടിയന്തരമായി പരിഹരിക്കാൻ കഴിയേണ്ടതുണ്ട്. അപ്പോൾ ഈ KTU സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഇതിന് മുന്നോടിയായി ഇപ്പോൾ ഇതിൻ്റെ സമാനമായ പ്രശ്നം നിലനിൽക്കുകയായിരുന്നു. ഒരു മാസത്തിനിടയിലായി ഞങ്ങൾ നടത്തിയ ഒരു സമരം. ആ സമരത്തിൽ വെച്ച് ഒരുപാട് വിദ്യാർത്ഥികൾ സമാനമായ ഈ നമ്പർ ഓഫ് വിദ്യാർത്ഥികൾ പുറത്താകുന്ന വക്കിലായിരുന്നു. ആ ഘട്ടത്തിൽ SFI നടത്തിയ സമരത്തെ തുടർന്നാണ് അന്നൊരു തീരുമാനമുണ്ടായത്. താൽക്കാലികമായി പുറത്താക്കൽ നടപടി സ്റ്റേ ചെയ്തു അല്ലെങ്കിൽ റദ്ദാക്കി. അപ്പോൾ ഇന്ന് സർവകലാശാല എടുത്തിട്ടുള്ള തീരുമാനത്തോട് ഞങ്ങൾ യോജിക്കുന്നു. എന്നാൽ ഈ മറ്റെവിടെയും ഇല്ലാത്ത എഞ്ചിനീയറിംഗ് മേഖലയിൽ നമുക്ക് എവിടെയും കാണാൻ കഴിയാത്ത ഈ ഇയർ ഔട്ട് സമ്പ്രദായം മാറ്റി വിദ്യാർത്ഥികൾക്ക് സഹായമാകുന്ന നിലയിൽ സർവകലാശാല പ്രവർത്തനം മാറണം. പൂർണ്ണമായും ഇയർ ഔട്ട് സമ്പ്രദായം ഈ മേഖലയിൽ നിന്ന് മാറ്റണം എന്നുള്ളതാണ് SFIക്ക് വേണ്ടി പറയാനുള്ളത്. അതോടൊപ്പം ഇന്നിപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേരള VCക്ക് എതിരെ കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ. ആ നിരീക്ഷണങ്ങൾ കഴിഞ്ഞ കുറേ കാലയളവായി കേരളത്തിൻ്റെ പൊതുസമൂഹവും വിദ്യാർത്ഥികളും അദ്ദേഹത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ വിഷയങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി സർവകലാശാലയിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ ഇടപെടലുകൾ അവസാനിപ്പിക്കണം എന്നൊന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ആ ആവശ്യപ്പെടൽ മാത്രമല്ല, RSS മുട്ടിലിടയാൻ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം നിരങ്ങി നീങ്ങുന്ന ഈ നിലപാട് അദ്ദേഹം അവസാനിപ്പിക്കുക. സർവകലാശാലയുടെ ഭരണസ്തംഭനം ഇല്ലാതാക്കുക. രജിസ്ട്രാറെ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്തിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള തെറ്റായ ഇടപെടലുകൾ, ആ ഇടപെടലുകളെ അവസാനിപ്പിച്ച് ജനാധിപത്യപരമായി സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് സർവകലാശാലകൾ മാറണം. ഞങ്ങൾ നേരത്തെയും പറഞ്ഞ ഞങ്ങളുടെ സമരമുദ്രാവാക്യങ്ങളിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല. കേരളത്തിൽ മുഴുവൻ സർവകലാശാലയിലും അടിയന്തരമായി പെർമനൻറ്റ് VCമാർ വേണം. ഈ VCമാരില്ലാതെ ഒരു നാദനില്ല കളരി പോലെയാക്കി ഇതിനെ പൂർണ്ണമായും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം അസ്ഥിരമാണ് എന്നൊരു സന്ദേശം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം സംഘപരിവാർ നടത്തുകയാണ്. ആ അജണ്ടയാണ് അവർ നടപ്പിലാക്കുന്നത്. അതിനോടൊപ്പം പോകാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറല്ല. ജനാധിപത്യ സമൂഹത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠിച്ചു മുന്നേറാനുള്ള സാധാരണക്കാരുടെ കേന്ദ്രങ്ങളാണ് സർവകലാശാലകൾ. അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ പ്രവർത്തനത്തിനെതിരെ ജനകീയമായ മുന്നേറ്റം ഉണ്ടാകണം. അപ്പോൾ ആ ജനകീയ മുന്നേറ്റത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. അതിൽ KSUവും MSFും ഇല്ല. അതെന്തുകൊണ്ടില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ അന്വേഷിക്കുമ്പോൾ കണ്ണൂർ മുതൽ കേരളം വരെയുള്ള സർവകലാശാലകൾ അവർക്ക് കിട്ടിയിട്ടുള്ള സെനറ്റ് സീറ്റുകളാണ് ഗവർണർ നൽകിയിട്ടുള്ള. അതുകൊണ്ട് അവർ തൃപ്തിപ്പെടുകയാണ്. വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിൽ കേവലം രാഷ്ട്രീയപരമായി SFIയെ എതിർക്കുക എന്നുള്ള പ്രാക്ടീസിൽ മാത്രമായി MSFും KSU ഒക്കെ ഒതുങ്ങുകയാണ്. കേരളത്തിൽ പൊതുസമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ട് വെറ്റിലയിൽ കുറച്ച് മഷി ഒഴിച്ചിട്ട് SFI എവിടെ എന്ന് ചോദിക്കുകയാണ്. SFI ഉണ്ട് സമരരംഗത്ത്. SFIയെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത് സമരരംഗത്തായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ 4 സർവകലാശാലയിലേക്ക് മാർച്ച് ചെയ്തു. ഇതെല്ലാവരും കണ്ടു. 40ഓളം വിദ്യാർത്ഥികൾ ജയിലിൽ കിടന്നു.
പക്ഷേ യഥാർത്ഥത്തിൽ വിഷയം എന്താ? സംഘപരിവാറിനെതിരെ നിലപാടുണ്ടോ എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരവില്ല. കണ്ണൂർ മുതൽ കേരള വരെ അവർക്ക് ഗവർണർ നൽകിയിട്ടുള്ള സെനറ്റ് സിൻഡിക്കേറ്റ് സ്ഥാനങ്ങൾ രാജിവെക്കാൻ അവർ തയ്യാറുണ്ടോ? അതിന് ഉത്തരവില്ല. RSSനോട് സമീകരിക്കപ്പെടുന്ന നിലപാടുകൾക്കെതിരെ നിലപാടെടുക്കാൻ തയ്യാറുണ്ടോ? അതിന് ഉത്തരവില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കെ കേവലപരമായി ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന SFIയെ പോലുള്ള സംഘടനകളെ, മതനിരപേക്ഷ ബോധ്യമുള്ള, പുരോഗമന സ്വഭാവമുള്ള, രാഷ്ട്രീയമുള്ള, നിലപാടുള്ള സംഘടനയെ നേരിട്ടാൽ ആ നേരിടൽ മാത്രമാണ് തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് കരുതുകയാണിവർ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പൊതുവിദ്യാഭ്യാസത്തിലും പൊതുവിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ സമൂലമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനും അതോടൊപ്പം അക്കാദമിക് വിഷയങ്ങളിൽ കൂടുതലായി ഇത്തരം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിധത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ മാറിക്കൂടാ എന്ന ഉത്തമമായിട്ടുള്ള ബോധ്യം SFIക്കുണ്ട്, നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ ഭാഗമായി KTUവിലാവട്ടെ മറ്റ് സർവകലാശാലയിലാവട്ടെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഇടപെടലുകൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് SFIക്ക് വേണ്ടി പറയാനുള്ളത്.